ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. ഭക്തനായ ഒരു ക്രിസ്ത്യാനിയും അക്രൈസ്തവനായ ഒരു വ്യക്തിയും തൊഴിൽ സംബന്ധമായി ഒരു വാടക വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവ സ്നേഹിതൻ്റെ ശീലം സഹവാസിക്ക് ഇഷ്ടമായില്ല. ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്രൈസ്തവ സ്നേഹിതനെ അയാൾ മനഃപൂർവ്വം ശല്യപ്പെടുത്തി. എന്നാൽ ശാന്തമായിട്ടാണ് ക്രൈസ്തവ സ്നേഹിതൻ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തേ, ഞാൻ ദൈവവുമായി സംസാരിക്കുന്ന സമയത്ത് ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ ശബ്ദമുണ്ടാക്കാതെ പ്രാർത്ഥിച്ചു കൊള്ളാം. എന്നാൽ ഭക്തനായ ആ മനുഷ്യൻ്റെ വാക്കിന് അവിശ്വാസിയായ സ്നേഹിതൻ വില കൽപ്പിച്ചില്ല. മറ്റൊരു ദിവസം ക്രൈസ്തവ സ്നേഹിതൻ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇത് കണ്ട അക്രൈസ്തവന് കലിയിളകി. അയാൾ സ്വന്തം ഷൂസ് ഊരി ദേഷ്യത്തോടെ അത് ക്രൈസ്തവൻ്റെ തലയ്ക്കെറിഞ്ഞു. ഒന്നും പ്രതികരിക്കാതെ ശാന്തമായി സഹവാസിയുടെ ദേഷ്യം സഹിക്കുകയാണ് ക്രൈസ്തവൻ ചെയ്തത്. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാനൊരുങ്ങിയ അക്രൈസ്തവൻ തൻ്റെ ഷൂസ് അന്വേഷിച്ചപ്പോൾ ക്രൈസ്തവൻ അത് എടുത്തുകൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. അദ്ദേഹം അത് നന്നായി പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട അക്രൈസ്തവന് പശ്ചാത്താപമുണ്ടായി. താൻ തലയ്ക്കെറിഞ്ഞ ഷൂസ് സ്നേഹിതൻ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. ഭക്തനായ ക്രൈസ്തവൻ്റെ ആ വലിയ പ്രവൃത്തി അക്രൈസ്തവനായ മനുഷ്യനിൽ വലിയ മാനസാന്തരമുണ്ടാക്കി. ദ്രോഹിക്കുന്നവർക്ക് പോലും സ്നേഹം ചൊരിയുന്ന വലിയ മാതൃകയുടെ അടിസ്ഥാനം തിരിച്ചറിഞ്ഞ അക്രൈസ്തവൻ ഒരു വിശ്വാസിയായി തീർന്നു. അതിന് ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ ജീവിതം മുഖാന്തരമായി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ തിന്മ ചെയ്യുന്നവരോട് തിന്മ ചെയ്യാതെ അവർക്ക് നന്മ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രതികാരം യഹോവയ്ക്ക് ഉള്ളത് എന്നുള്ള വചനം അനുസരിച്ചുകൊണ്ട് വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ.